ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് അന്ന. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് വ്ളോഗ് ഇടുന്നത് അല്ലേ? അതെ അതെ അതെ. ഇന്ന് ഞങ്ങളുടെ കോളേജ് ട്രിപ്പാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊടൈക്കനാൽ. യെസ്. സോ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പറയുന്നതാണ്. നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോവാണ്. നമ്മൾ നൈര പെട്രോൾ പമ്പിന് മുമ്പിലാണുള്ളത്. നമ്മളിവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മളെ ബാക്കിയുള്ള അടുത്ത് പോവുകയാണ്. കുടിച്ചിട്ടാണ് പോണത്. അതെ അതെ, അന്നന്റെ വക ഒരു ഷവർമ തിന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെയാണെന്ന് ഇനി തുടങ്ങൂല. അപ്പോ നമ്മള് ഇന്ന് രാത്രി കൊടൈക്കനാലിലെ രാമക്കൽമേട്ടിലേക്കാണ് പോകുന്നത്. അപ്പോ എന്താണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ട് ഒന്നും പറയാനില്ല. അനക എന്ന് പറഞ്ഞാല് അനക വെള്ളടിച്ചു വരികയാണ് ഗ്യാസ്. ഒന്നും ഒരു ബോധമില്ലാണ്ട് എന്തൊക്കെയോ പറയാണ്. പിന്നെ അപ്പുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ട്രിപ്പ് പോണതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സെറ്റാണ്. അപ്പുട്ടി IT ടാഗ് ഒക്കെ ഇട്ട് വന്നതാണ് ഗ്യാസ്. അപ്പുട്ടിന്റെ സ്വന്തം ടാഗാണ്. പിന്നെ നമ്മളെ ബസ് വന്നിട്ടുണ്ട് ഗ്യാസ്. ബസ് ഇതാ പച്ച ലൈറ്റ് അടി കത്തുണ്ട്, പിന്നെ ചോപ്പ് ലൈറ്റ് മുകളിൽ കൊത്തുണ്ട്. നമ്മളോടൊപ്പം അന്ന, നമ്മളീ ക്യാമറമാൻ, നമ്മളീ ബ്ലോഗ് ചെയ്യാൻ. എന്തൊക്കെയാണ് പറയാനുള്ളത്? മിസ്, എന്താണ് പറയാനുള്ളത്? ഓക്കെ, വഴിയെ പറയുന്നതാണെന്ന്. ഗായ്സ്, ഇവിടെ ഒരാള് പാലായനം ചെയ്യുകയാണ്. വളരെ തിക്ക് പിടിച്ച ട്രാഫിക് ഇടയിലൂടെയാണ് അവരാ പോകുന്നത്. ഗായ്സ്, ഹിബയാണിതാ. ഞങ്ങളുടെ ബസ്, ഞങ്ങളുടെ സർ ഹായ്. നല്ല ആരോ ഫോണോ എൻ്റെ കൂടെ. നമ്മളിപ്പോ കൊടൈക്കനാലേക്കല്ല, രാമക്കൽമേട് അറിയല്ലേ, രാമക്കൽമേടിലേക്ക് ചുരം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചായപ്പിടൊന്നും തുറന്നില്ല. ഞാനിപ്പോ കണ്ടു തുറന്നിട്ടുള്ളൂ. 7 മണിയാവുന്ന സമയം 7 മണി ആയിക്കൊണ്ടിരിക്കുന്നു. ഷാനിന് ചുരുളാൻ സ്ഥലമില്ല ഗൈസ്. ഷാനിന് എങ്ങനെ ചുരുക്കാൻ അമ്മ ചുരുളാൻ സമ്മതിക്കുന്ന. അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു എന്നല്ല, ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇപ്പോൾ സമയം ഒരു 8:45 ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഒരു ഫ്രഷപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് റിസോർട്ടിലേക്ക്. സോ അവിടെ എത്തിയിട്ട് കാണാം. കുറേ ആളൊക്കെ അവിടെ പോകുന്നു. എന്താ ഇവിടെ ഓരോരുത്തർ വരുന്നു? അങ്ങനെ ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ ബസ്സിലേക്ക് പോവുകയാണ്. അവിടെയാണ് ലഗേജ് വെക്കേണ്ടത്. എന്നിട്ട് റിസോർട്ടിൽ വന്ന ടീംസ് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമാണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ നടക്കുകയാണ്. ഹലോ, അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രക്കിങ്ങിലൂടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മള് കുറച്ച് ബ്ലോഗും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ബ്ലോഗും കാര്യമൊക്കെയാണ്. ഇവിടെ ഫുള്ള് പൊടിയാണ്. ഞങ്ങളാണെങ്കിൽ വൈറ്റ് ജീൻസും വൈറ്റ് ഷോളുമാണ്. നിങ്ങളെന്താ യൂണിഫോം ഗേൾസ് അല്ല, ബോയ്സ് ഉണ്ട്.
നമ്മളിന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ എന്താ ഫുഡ് ഉള്ളത് നമുക്ക് നോക്കാം. ഗായ്സ്, ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ലാസ്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ അധികം വിശപ്പിലാണ്. എല്ലാവരും മിണ്ടാതെ എന്നിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഫുഡിന്. കുറച്ച് ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കുന്നു. ഇതേ നോക്കുക ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ പുട്ടും കടലയും ബാജിയാണ് എടുത്തത്. ഒരു ടീയും അതുപോലെ തന്നെ വെള്ളപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ്. നമ്മളെങ്ങോട്ടാ പോണത്? ഗൈസ്, നമ്മളെ ബാക്കിൽ ഇതാക്കണ മിസ്സും സാറും എല്ലാരും ഉണ്ട്. മറ്റേ സാധനം ഒന്നും കൂടെ പോവേനെ നേരെ പോരട്ടെ, നേരെ പോരട്ടെ. നമ്മളൊക്കെ തിരിഞ്ഞാൽ ഓടാൻ എല്ലാരും റെഡി ആക്കണം. ആരെ മുട്ടാൻ വന്നോണം. ഭിന്നായിട്ട് ഓടിക്കണം. നടക്കോ? അഭിനന്ദ ആട് പോയി അപ്പുറത്ത് പോയിക്ക്.
അല്ലാ ഊഞ്ഞാലാടാനാണ്. ഹന്നാണ് നമ്മുടെ ഓപ്പറേറ്റർ. അപ്പം ഗൈസ് നമ്മള് ഊഞ്ഞാലാടാൻ ഹന്നയുണ്ട്, അപ്പൊട്ടിയുണ്ട്. ബാക്കിൽ നോക്കി നിൽക്കാനൊരു ചൊണ്ണത്തിയേ ഓപ്പറേറ്റർ ഹംന. ഞാൻ പൊട്ടിക്കുന്നല്ലോ. എടാ എടുത്തോട്ടൊക്കെ ഇങ്ങനെ ശരി ഇങ്ങോട്ടൊക്കെ. ഓ ഓ ഇപ്പൊ നമ്മളെല്ലാരും മുന്തിരിത്തോട്ടത്തിലാണ് ഗായ്സ്. ഇപ്പൊ ചവിട്ടില്ല. രണ്ട് സർവീസ്